നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്ലാസ് 11 ബയോളജിയിലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പാർട്ട് 4 ഹ്യൂമൻ ന്യൂറൽ. ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആണ്. കാരണം ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, പിന്നെ സ്പൈനൽ കോഡിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന റിഫ്ലക്സ് ആർക്കും കൂടി ചേർത്താണ് പറയുന്നത്. രണ്ട് പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഒറ്റ പാർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ അല്ലേ? ക്ഷമയോടെ കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അധികം ഡിലേ ഇല്ലാണ്ട് തുടങ്ങിയേക്കാം. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. Human neural system consists of two parts: central nervous system, that is CNS, and peripheral nervous system, PNS. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്നും പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്നും. ഈ ഡയഗ്രത്തിൽ നോക്കൂ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ മീഡിയൻ ആക്സിസിൽ, സെൻട്രൽ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രേനിയം അഥവാ സ്കള്ള്, പിന്നെ നമ്മുടെ വെർട്ടിബ്രൽ കോളം, ഈ രണ്ട് ഭാഗത്തും കാണപ്പെടുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കള്ളിനുള്ളിൽ കാണുന്നത് ബ്രെയിനും വെർട്ടിബ്രൽ കോളത്തിനുള്ളിൽ കാണുന്നത് സ്പൈനൽ കോഡുമാണ്. ഇപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെ? ബ്രെയിനും സ്പൈനൽ കോഡും. ഇനി ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന എല്ലാ നെർവുകളും, ശരീരത്തിലെ എല്ലാ നെർവുകളും ചേരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മീഡിയൻ ആക്സിസിൽ കാണുന്ന ബ്രെയിനും സ്പൈനൽ കോഡും ചേരുന്നതാണ്. അതേസമയം പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ നെർവുകളും ചേരുന്ന, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന എല്ലാ നെർവുകളും ചേരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓക്യുപ്പൈസ് ദ മീഡിയൻ ആക്സിയൽ പൊസിഷൻ ഓഫ് ദ ബോഡി. ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ ശരീരത്തിന്റെ മീഡിയൻ ആക്സിയൽ പൊസിഷനിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ദ കാവിറ്റി ഓഫ് ആക്സിയൽ എൻഡോസ്കെലറ്റൻ. മീഡിയൻ ആക്സിസിൽ കാണുന്ന എൻഡോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥിവ്യവസ്ഥയാണ് അല്ലെ, സ്കെലറ്റൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണുന്നതുകൊണ്ടാണ് അതിനെ എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എൻഡോസ്കെലറ്റിന്റെ ഭാഗങ്ങളായിട്ടുള്ള ക്രേനിയം എന്ന് പറഞ്ഞാൽ സ്കള്ള് തന്നെയാണ്, അതിന്റെ വെർട്ടിബ്രൽ കോളത്തിന് ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് ന്യൂറോണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ന്യൂറോണുകളുടെ സെൽ ബോഡീസ് എല്ലാം കൂടി ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിന് താഴെയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ നെർവ് ഫൈബേഴ്സ് എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്ത് കാണപ്പെടും. അപ്പൊ ഈ ന്യൂറോണിന്റെ നെർവ് ഫൈബേഴ്സിൽ നമുക്കറിയാം മൈലിൻ ഷീത്ത് ഉണ്ടെന്ന്. അപ്പൊ മൈലിൻ ഷീത്തിന് ഒരു വൈറ്റ് കളറാണ്. അപ്പൊ അതുകൊണ്ട് ഈ നെർവ് ഫൈബേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ വൈറ്റ് കളറിൽ കാണും. ആ ഭാഗത്തിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നാണ് പറയുക. അതേസമയം സെൽ ബോഡീസിൽ മൈലിൻ ഷീത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഗ്രേയിഷ് കളറിൽ അപ്പിയർ ചെയ്യും. അതുകൊണ്ട് അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയും. അപ്പൊ സെൽ ബോഡീസ് ആൻഡ് നെർവ് ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് ടു പാർട്സ്: ഗ്രേ മാറ്റർ, ദാറ്റ് ഈസ് സെൽ ബോഡീസ് ഓഫ് ന്യൂറോൺ, ആൻഡ് വൈറ്റ് മാറ്റർ, നെർവ് ഫൈബേഴ്സ്. ഓക്കെ, സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ഈസ് ദ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് കൺട്രോൾ. നമ്മുടെ ശരീരത്തിലെ ഇൻഫർമേഷന്റെ പ്രോസസിംഗും കൺട്രോളും നടത്തുന്ന സൈറ്റാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും നമ്മൾ പറഞ്ഞു. ആദ്യം നമുക്ക് ബ്രെയിനിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അപ്പർ പാർട്ടാണ്. അത് ഹെഡിലാണ് കാണപ്പെടുന്നത്. ഇത് നമ്മളുടെ സ്കൾ അഥവാ ക്രേനിയം എന്ന് പറയുന്ന ഒരു ബോണി ബോക്സ് വെച്ച്, ബോണി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ബോക്സ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ബോക്സിനുള്ളിൽ ചുമ്മാ വെച്ചേക്കുമല്ല അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ബൈ ക്രേനിയൽ മെനിഞ്ചസ്. ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുമുണ്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്.
അപ്പൊ ആ മെനിഞ്ചസ് എന്ന് പറയുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന കവറിങ്ങിന് 3 ലെയേഴ്സ് ഉണ്ട്. 3 ലെയേഴ്സ് ആർ ദർ. ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേര് ഡ്യൂറാ മാറ്റർ എന്നാണ്. മിഡിൽ ലെയറിനെ പറയുന്നത് അരാക്നോയിഡ് എന്നും ഇന്നർ മോസ്റ്റ് ലെയറിനെ പിയാ മാറ്റർ എന്നും പറയുന്നുണ്ട്. അപ്പൊ അതാ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് സ്കൾബോൺ ആണ്. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് ഡ്യൂറാ മാറ്റർ. അതിന് താഴെയായിട്ട് അരാക്നോയിഡ് കാണാൻ സാധിക്കും. അരാക്നോയിഡിനും അതിന് താഴെ പിയാ മാറ്റർ ഉണ്ട്. പക്ഷെ ഈ അരാക്നോയിഡിനും പിയാ മാറ്ററിനും ഇടയ്ക്കുള്ള സ്ഥലത്തിനെ നമ്മൾ സബ് അരാക്നോയിഡ് സ്പേസ് എന്നാണ് പറയുക. ആ സബ് അരാക്നോയിഡ് സ്പേസിൽ നമുക്ക് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അത് അരാക്നോയിഡിനും പിയാ മാറ്ററിനും ഇടയ്ക്കായിട്ടാണ് കാണപ്പെടുന്നത്. which provides extra protection as shock absorber. അപ്പോൾ ഏതൊക്കെ രീതിയിലാന്ന് നോക്കിക്കേ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. അതിന് കാരണം എന്താണ്? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലെ. ഒരു ബോണി ബോക്സ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു. അതിനുള്ളിൽ മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിനുള്ളിൽ തന്നെ എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ എക്സ്ട്രാ പ്രൊട്ടക്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? അതാണ് ബാക്കി എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ബ്രെയിനിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ബ്രെയിനിന്റെ പാർട്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. There are 3 parts called forebrain, midbrain and hindbrain. ഇപ്പൊ ബ്രെയിനിന്റെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫോർബ്രെയിൻ എന്നും മിഡ്ബ്രെയിൻ എന്നും ഹൈൻഡ്ബ്രെയിൻ എന്നും. ഓക്കെ. ഫോർബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു മേജർ പോർഷൻ ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് മിഡ്ബ്രെയിൻ ആണ്. മിഡ്ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെന്ററിൽ കാണുന്ന പോർഷൻ. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇനി പുറകിൽ കാണുന്ന പോർഷൻ ആണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഫോർബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ ആന്റീരിയർ മോസ്റ്റ് പാർട്ട് ആണ്. ഇറ്റ് ഫോംസ് ദ ഗ്രേറ്റർ പാർട്ട്. വലിപ്പമുള്ള ഭാഗമാണ്. ഫോർബ്രെയിനിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഫോർബ്രെയിൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. 3 ഭാഗങ്ങളാണ് ഫോർബ്രെയിനിലുള്ളത്. സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് അവർ പെർസെപ്ഷൻ, ഇന്റലക്ട് ആൻഡ് വോളണ്ടറി ആക്ഷൻസ്. നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളെയും നമ്മുടെ ബുദ്ധിയെയും പെർസെപ്ഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഭാഗമാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കം, സ്ലീപ്പ്, അതുപോലെ അലേർട്ട്നെസ്, പിന്നെ നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിനും മിഡിലേക്കും ഇടയിലുള്ള ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് തലാമസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് തലാമസ് എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് കാണുന്നത് കൊണ്ടാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. തലാമസിന് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയും ഹങ്കറിനെയും തേഴ്സ്റ്റിനെയും കൺട്രോൾ ചെയ്യും. അതായത് നമ്മുടെ ശരീരോഷ്മാവിനെയും വിശപ്പിനെയും ദാഹത്തിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് കേട്ടോ ഈ ഭാഗത്തു നിന്നൊക്കെ, നീറ്റിന് പ്രത്യേകിച്ച്. ഇനി സെറിബ്രം. നമ്മളിപ്പോ ഫോർബ്രെയിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അതിൽ ആദ്യം സെറിബ്രം നമുക്ക് നോക്കാം. സെറിബ്രം എന്ന് പറയുന്നത് ഫോർബ്രെയിന്റെ മേജർ പാർട്ടാണ്. ഇറ്റ് ഈസ് എ മേജർ പാർട്ട് ഓഫ് ഫോർബ്രെയിൻ. It is divided into 2 longitudinal halves, left and right hemispheres, by a deep cleft. അപ്പൊ ഈ സെറിബ്രം എന്ന് പറയുന്ന ഭാഗത്തിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ആയിട്ട്, അർദ്ധഗോളങ്ങളായിട്ടാണ്, ഇടത് വലത് അർദ്ധഗോളങ്ങളായിട്ട് ഒരു ഡീപ്പ് ക്ലെഫ്റ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വിടവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അനാലിസിസ് ഓഫ് ഡേറ്റ, ഫൈൻഡ് ലോജിക്സ് ആൻഡ് ട്രെയിനിങ്. അപ്പൊ നമ്മളുടെ ഡേറ്റ അനാലിസിസിനും അതുപോലെ തന്നെ ലോജിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങളിൽ വരുന്നത്, നിരന്തരം നമ്മൾ പരിശീലിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുകയൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ. ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെ ഫംഗ്ഷൻ. റൈറ്റ് ഹെമിസ്ഫിയർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, റൈറ്റ് ഹെമിസ്ഫിയർ നമ്മളുടെ ഇമോഷൻസ്, അതായത് ഫീലിങ്സ്, ഇമാജിനേഷൻസ്, ക്രിയേറ്റീവ് തിങ്കിങ് മുതലായവയെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി the hemispheres are connected by a track of nerve fibers called corpus callosum. ഇവിടെ നോക്കൂ, ഇതിനെ ഒരു ക്ലെഫ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്റേണലി ഉള്ളില് ഈ 2 ഹെമിസ്ഫിയേഴ്സും തമ്മിൽ
ഒരു നെർവ് ഫൈബർ ടിഷ്യൂ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇടത് വലത് ഹെമിസ്ഫിയേഴ്സിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, കോർപ്പസ് കലോസം. ഓക്കെ, ഇനി സെറിബ്രത്തില് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂറോൺസും ന്യൂറോണിന്റെ സെൽ ബോഡീസും നെർവ് ഫൈബേഴ്സും രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഈ സെറിബ്രവും രണ്ട് പാർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഔട്ടർ മോസ്റ്റ് പാർട്ടിൽ കുറേ ഇങ്ങനെ മടക്കുകളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അതൊരു ഗ്രേയിഷ് കളറിലാണ് കാണുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഭാഗത്തിനെ പറയുന്ന പേര് സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ്. Cerebral cortex is the outermost part of cerebrum. Prominent folds called gyrae are seen. ഈ സെറിബ്രത്തില് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, ഇങ്ങനെ കുറെ മടക്കുകൾ കാണാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് ഗൈറേ എന്ന്. സിംഗുലർ ആയിട്ട് പറയുമ്പോൾ ഗൈറസ് എന്ന് പറയും. ഓക്കെ, ഇനി സെൽ ബോഡീസ് ഓഫ് ന്യൂറോൺസ് ആർ കോൺസെൻട്രേറ്റഡ് ഹിയർ. ഇതൊരു ഗ്രേ കളറിലാണ് കാണുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ്, ന്യൂറോണുകളുടെ സെൽ ബോഡീസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. സോ ഗ്രേയിഷ് ഇൻ അപ്പിയറൻസ്, ഹെൻസ് കോൾഡ് ഗ്രേ മാറ്റർ. അതുകൊണ്ട് ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്, അതിനെ ഗ്രേ മാറ്റർ എന്നാണ് പറയുക. ഇറ്റ് കണ്ടെയ്ൻസ് 3 ഏരിയാസ്. ഈ കോർട്ടെക്സില്, അതായത് സെറിബ്രൽ കോർട്ടെക്സിന് 3 ഏരിയാസ് ഉണ്ട്. സെൻസറി ഏരിയ, മോട്ടോർ ഏരിയ ആൻഡ് അസോസിയേഷൻ ഏരിയ. സെൻസറി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സെൻസ് ഓർഗൻസിൽ നിന്നുള്ള സ്റ്റിമുലസുകളെ, ഇമ്പൾസുകളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏരിയയാണ് സെൻസറി ഏരിയ. മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ വന്ന സെൻസ് ഓർഗൻസിൽ നിന്ന് വന്ന സ്റ്റിമുലസിനനുസരിച്ച് ഉള്ള റെസ്പോണ്ടുകൾ, ഏത് ശരീരഭാഗമാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗൻസിലേക്ക് കൊടുക്കുന്നതാണ് ഏത്, മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുന്ന, ബ്രെയിനിലേക്ക് റിസീവ് ചെയ്യുന്ന ഏരിയ സെൻസറി ഏരിയയും ബ്രെയിനിൽ നിന്ന് ഇൻഫർമേഷൻസ് കൊണ്ടുപോകുന്ന ഏരിയ മോട്ടോർ ഏരിയ ആണ്. ഈ രണ്ട് ആക്ടിവിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇന്റർ സെൻസറി അസോസിയേഷൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ ആണ് അസോസിയേഷൻ ഏരിയ. അതൊരു കോംപ്ലക്സ് ഫംഗ്ഷന് കാരണമാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ് അസോസിയേഷൻ ഏരിയ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി, കമ്മ്യൂണിക്കേഷൻ, മെമ്മറി എന്ന് പറഞ്ഞ ഓർമ്മ, അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, സെറിബ്രൽ കോർട്ടെക്സിലെ അസോസിയേഷൻ ഏരിയ ആണ്. ഓക്കെ, ഇനിയുള്ളത് സെറിബ്രൽ മെഡുല്ലയാണ്. അതായത് സെറിബ്രത്തിന്റെ ഡീപ്പർ പാർട്ടാണ്. ഈ ഭാഗം നോക്കിക്കേ, കുറച്ചുകൂടി ഒരു വൈറ്റിഷ് കളറിലല്ലേ കാണുക. അതായത് ന്യൂറോണുകളുടെ നെർവ് ഫൈബേഴ്സ്, മൈലിൻ ഷീത്ത് ഉള്ള ഭാഗങ്ങള് എവിടെയാ വരിക, ഈ ഉള്ളിലേക്കാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ അതൊരു ഒപ്പേക്ക് വൈറ്റ് കളറിൽ കാണപ്പെടും. അതുകൊണ്ട് ഇതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും. അപ്പൊ നോക്കിയേ, ഡീപ്പർ പാർട്ട് ഓഫ് സെറിബ്രം ആണ് സെറിബ്രൽ മെഡുല്ല. It is formed of white matter, nerve fibers with myelin sheath present, opaque white appearance, hence called white matter. Clear ആയല്ലോ അത്രയും ഭാഗം? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോർബ്രെയിന്റെ ഭാഗങ്ങളാണ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സെറിബ്രത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് തലാമസ്. തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദ സെറിബ്രം. സെറിബ്രത്തിനുള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. നമ്മളിപ്പോ സെൻസറി ഏരിയയും മോട്ടോർ ഏരിയയും പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സെൻസറി ഏരിയയും മോട്ടോർ ഏരിയയിലും ഉണ്ടാകുന്ന സിഗ്നൽസ്, ഈ സിഗ്നൽസിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ആണ്, അല്ലെങ്കിൽ ഒരു റിലേ സെന്റർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുക, തലാമസ് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് തലാമസിന് താഴെയായിട്ടാണ് കാണുക. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് തലാമസ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇറ്റ് കൺട്രോൾസ് അവർ ബോഡി ടെമ്പറേച്ചർ, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂറോസെക്രീറ്ററി സെൽ ഗ്രൂപ്പ്സ് ദാറ്റ് സെക്രീറ്റ് ഹോർമോൺസ്. ഇത് ന്യൂറോസെക്രീറ്ററി സെൽ ഗ്രൂപ്പ്സ് അതിനകത്ത് കാണും, അത് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. സോ ഹൈപ്പോതലാമസ് ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് GnRH, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, അതുപോലെ ADH, ആന്റി ഡയററ്റിക് ഹോർമോൺ തുടങ്ങിയ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നതും ആരാണ്, ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസിന് ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് ലിംബിക് സിസ്റ്റം ഓർ ലിംബിക് ലോബ് എന്ന് പറഞ്ഞാൽ. എന്താണ് ലിംബിക് ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ലിംബിക് ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ബ്രെയിൻ സ്റ്റെം ആൻഡ് ബറീഡ് അണ്ടർ കോർട്ടെക്സ്. അതായത് സെറിബ്രത്തിന്റെ കോർട്ടെക്സ്, സെറിബ്രത്തിനുള്ളില് ബ്രെയിൻ സ്റ്റെമ്മിന് മുകളിൽ, ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും കൂടി ചേർത്ത് പറയുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് കേട്ടോ. അപ്പൊ ഈ ബ്രെയിൻ സ്റ്റെമ്മിനും സെറിബ്രൽ കോർട്ടെക്സിനും ഇടയ്ക്കായി കാണുന്ന ഒരു സെറ്റ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇൻവോൾവ് വിത്ത് മോട്ടിവേഷൻ, ഇമോഷൻ, ലേണിംഗ്, മെമ്മറി എക്സെട്ര. അതായത് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പ്രോത്സാഹനം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഇമോഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, പിന്നെ ലേണിംഗ്, പഠനം, അതുപോലെ മെമ്മറി, ഓർമ്മ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ്. എലോങ് വിത്ത് ഹൈപ്പോതലാമസ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ. നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ലിംബിക് സിസ്റ്റം ഹൈപ്പോതലാമസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ലൈക്ക് എക്സൈറ്റ്മെന്റ്, പ്ലഷർ, റേജ്, ഫിയർ ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ നമ്മളുടെ ഇമോഷൻസ്, എക്സൈറ്റ്മെന്റ്, പ്ലഷർ, സന്തോഷം, ഭയം, മോട്ടിവേഷൻ തുടങ്ങിയ ഇമോഷൻസിന്റെ എക്സ്പ്രഷനും ഏത് ഭാഗമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലിംബിക് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. 3 മേജർ പാർട്സ് ആർ ദർ. അതില് ആദ്യത്തെ ഈ ഡയഗ്രത്തിൽ നോക്കിക്കേ, ഇവിടെ ലിംബിക് സിസ്റ്റത്തിന്റെ ഒരു ഇന്റീരിയർ ടിപ്പില് ഒരു ആമണ്ട് ഷേപ്പിൽ കാണുന്ന പോർഷൻ, നമ്മുടെ ഒരു ബദാമിന്റെ ഒക്കെ ഒരു ഷേപ്പിൽ കാണുന്ന പോർഷനെയാണ് നമ്മൾ അമിഗ്ഡാല എന്നാണ് പറയുക. ഓക്കെ, ഹൈപ്പോതലാമസിന് മുകളിലായിട്ട് ലിംബിക് ലോബിന്റെ ഇന്റീരിയർ ടിപ്പിലായിട്ട് കാണുന്ന ആമണ്ട് ഷേപ്പിലെ സ്ട്രക്ചറിനെയാണ് അമിഗ്ഡാല എന്നാണ് പറയുക. ഇറ്റ്സ് എ സ്റ്റേഷൻ ഫോർ ഫിയർ ആൻഡ് ത്രെറ്റ് സ്റ്റിമുലൈ. ഫിയർ ആൻഡ് ത്രെറ്റ് സ്റ്റിമുലൈക്ക് വേണ്ടിയിട്ട് ഉള്ള ഏരിയയാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഹിപ്പോ ക്യാമ്പസ്. അതായത് ഈ അമിഗ്ഡാലയോട് ചേർന്ന് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടില്ലേ? ഒരു ജീവി ഏതാണ്? കടൽക്കുതിര അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹിപ്പോ ക്യാമ്പസിന്റെ ഷേപ്പിൽ, കടൽക്കുതിരയുടെ ഷേപ്പ് പോലെ തോന്നുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, സീ ഹോൾസ് ഷേപ്പാണ്. ആ ഒരു ലിംബിക് ലോബിന്റെ ടിപ്പിലായിട്ട് കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? സ്മെൽ ആൻഡ് മെമ്മറി സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ സ്മെല്ലിനും മെമ്മറിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. പിന്നെയുള്ളതാണ് സിംഗുലേറ്റ് ഗൈറസ്. സിംഗുലേറ്റ് ഗൈറസ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്, സിംഗുലേറ്റ് ഗൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിംഗുലേറ്റ് ഗൈറസ് നമ്മളുടെ പെയിൻ ആൻഡ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ് ആൻഡ് സിംഗുലേറ്റ് ഗൈറസ് ഇവയാണ് എന്ത്? ലിംബിക് സിസ്റ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള 3 ഭാഗങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മൾ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബ്രെയിനിലെ തലാമസിനും ഹൈൻഡ് ബ്രെയിനിലെ പോൺസിനും ഇടയിൽ കാണുന്ന ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മിഡ് ബ്രെയിനുള്ളിൽ കൂടി ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് സെറിബ്രൽ ആക്വിഡക്റ്റ്. സെറിബ്രൽ ആക്വിഡക്റ്റ്. ഓക്കെ, ഇനി ഇവിടെ അതായത് ഈ മിഡ് ബ്രെയിന്റെ ഡോർസൽ പോർഷനിൽ പുറകിലുള്ള ഭാഗത്ത് we can see 4 റൗണ്ട് സ്വെല്ലിങ്സ്, 4 റൗണ്ട് ആയിട്ടുള്ള ബൾജിങ്സ് അല്ലെങ്കിൽ സ്വെല്ലിങ്സ് കാണാൻ സാധിക്കും. ഇതിനെ പറയുന്ന പേരാണ് കോർപോറ ക്വാഡ്രിജെമിന. ക്വാഡ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4നോട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ കോർപോറ ക്വാഡ്രിജെമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്വെല്ലിങ്സ്, റൗണ്ട് സ്വെല്ലിങ്സ് എവിടെ കാണുന്നത്? മിഡ് ബ്രെയിന്റെ ഡോർസൽ പോർഷനിൽ കാണുന്ന മിഡ് ബ്രെയിന്റെ ഭാഗമാണ് എന്ത്? കോർപോറ ക്വാഡ്രിജെമിന. ഓക്കെ, 4 റൗണ്ട് സ്വെല്ലിങ്സ് ഓൺ ഡോർസൽ പോർഷൻ ഓഫ് മിഡ് ബ്രെയിൻ. ഇനി ബ്രെയിൻ സ്റ്റെം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ടുഗദർ ഫോം ബ്രെയിൻ സ്റ്റെം. ഇനി നമുക്ക് ഹൈൻഡ് ബ്രെയിൻ, അപ്പം ഫോർത്ത് ബ്രെയിൻ കണ്ടു, മിഡ് ബ്രെയിൻ കണ്ടു, ഇനിയുള്ളത് ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ പോസ്റ്റീരിയർ പാർട്ട്, ഏറ്റവും പുറകിലുള്ള ഭാഗമാണ് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് എന്ത്? ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 റീജിയൻസ്. 3 ഭാഗങ്ങളാണ് അതിനുള്ളത്. പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. പോൺസ് വെരോളി, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന 3 ഭാഗങ്ങളാണ് ഹൈൻഡ് ബ്രെയിൻ ഉള്ളത്. ഡയഗ്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോൺസ് എന്നുള്ള വാക്ക് ലാറ്റിൻ വേർഡാണ്, അതിന്റെ അർത്ഥം ബ്രിഡ്ജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇന്റർ കണക്ട് ഡിഫറെന്റ് റീജിയൻസ്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് എ ഫൈബർ ട്രാക്ക് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെന്റ് റീജിയൻസ്. പോൺസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഡിഫറെന്റ് റീജിയൻസിനെ ഇന്റർകണക്ട് ചെയ്യുന്ന ഏരിയ ആണ്. അത് ഹൈൻഡ് ബ്രെയിനിന്റെ പാർട്ടാണ്. അടുത്തതാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിറ്റിൽ ബ്രെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് സെറിബെല്ലം. അതുപോലെ തന്നെ ഈ സെറിബെല്ലത്തിൽ നമുക്ക് വി ക്യാൻ സി കൺവല്യൂട്ടഡ് സർഫസ്, ഇങ്ങനെ മടക്കുകൾ ചേർന്ന സർഫസ് ആണ് ഇതിന് കാണാൻ സാധിക്കുക. അത് കൂടുതൽ ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 regions, cerebellar cortex, that is grey matter, and cerebellar medulla, white matter. സെറിബ്രത്തിലെ പോലെ തന്നെ ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമാണ് കാണപ്പെടുന്നത്. It is concerned with muscular coordination, body posture, orientation and equilibrium of body. നമ്മുടെ മസിൽ കോർഡിനേഷനും അതുപോലെ തന്നെ ബോഡി പോസ്ചറിന് അതുപോലെ ശരീരത്തിന്റെ തുലനാവസ്ഥ തുടങ്ങിയവയെ നിയന്ത്രിക്കുകയാണ് ആര് ചെയ്യുന്നത്? സെറിബെല്ലം ചെയ്യുന്നത്. അടുത്ത ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. സെന്റേഴ്സ് ഫോർ ഇൻവോളണ്ടറി ഫങ്ഷൻസ്, that is respiration, cardiovascular reflexes, peristalsis, vomiting and gastric secretions etc. are controlled by medulla oblongata. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലെ ഇൻവോളണ്ടറി ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ തരം ഇൻവോളണ്ടറി ഫങ്ഷൻസിനാണ്? റെസ്പിറേഷൻ, നമ്മുടെ ശ്വസനം, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ റിഫ്ലക്സസ്, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫുഡ് പൈപ്പ് അല്ലെ, ഇസോഫാഗസിലെ വേവ് ലൈക്ക് മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ആന്റി പെരിസ്റ്റാൾസിസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സംഭവിക്കുന്നതാണ് വോമിറ്റിംഗ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, നമ്മളുടെ സ്റ്റമക്കിലെ സെക്രീഷൻസ് ഒക്കെ വരുന്ന അതുപോലത്തെയുള്ള ഇൻവോളണ്ടറി ഫങ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെന്റേഴ്സ് ആണ് എവിടെ കാണുക? മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ കാണുക. അതായത് റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ് പോലുള്ള പ്രധാനപ്പെട്ട പ്രധാന ധർമ്മങ്ങളെ നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഏകുന്ന ഏതൊരു ക്ഷതവും മരണത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിലുള്ള ഭാഗം കണ്ടു, ബ്രെയിനിന്റെ പാർട്സ് നമ്മൾ കണ്ടു. ഇനിയുള്ളതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ലോവർ പോർഷൻ ആണ്. അപ്പർ പോർഷൻ ആയിരുന്നു ബ്രെയിൻ, ലോവർ പോർഷൻ ആണ് ഏത്? സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് ലോങ് ആൻഡ് നാരോ, നീളമുള്ളതും ഇടുങ്ങിയതുമാണ് സ്പൈനൽ കോഡ്. അതേസമയം ബ്രെയിൻ കുറച്ച് ബ്രോഡർ ആണ് അല്ലെ. ലൊക്കേറ്റഡ് വിത്തിൻ ന്യൂറൽ കനാൽ ഓഫ് വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിനുള്ളിലുള്ള ന്യൂറൽ കനാലിൽ ആണ് എന്ത് കാണുക? സ്പൈനൽ കോഡ് കാണുക. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളം വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത, ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ് ആൻഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ്. ബ്രെയിനിൽ നേരെ തിരിച്ചായിരുന്നു അല്ലെ, ഗ്രേ മാറ്റർ ആയിരുന്നു പുറമേ കാണുക, വൈറ്റ് മാറ്റർ ഉള്ളിലായിരുന്നു കാണുന്നത്. ഇവിടെ നേരെ തിരിയും. എങ്ങനെയാ വരിക? സ്പൈനൽ കോഡില് ഗ്രേ മാറ്റർ ഉള്ളിലും വൈറ്റ് മാറ്റർ പുറമേയാണ് കാണുക. സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ഒരു കനാലിൽ കൂടി, ദാറ്റ് ഈസ് ദ ക്യാവിറ്റി ഓഫ് സ്പൈനൽ കോഡ്, അവിടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, that provide extra protection as a shock absorber. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ബ്രെയിനിന്റെ കേസിൽ. അപ്പൊ ബ്രെയിനിലുള്ള പോലെ തന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയുണ്ട്? സ്പൈനൽ കോഡിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അതിനോട് നമ്മൾ സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ അതിനോട് ചേർന്ന് പഠിക്കുന്ന ഒരു ഭാഗമാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. നമ്മുടെ സഡൻ ആയിട്ടുണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിന്റെ അൺകോൺഷ്യസ് ആയിട്ടുണ്ടാകുന്ന അല്ലെ, ഇൻവോളണ്ടറി ആയിട്ട് അനൈച്ഛികമായിട്ടുണ്ടാകുന്ന റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനെതിരെ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ? റാപ്പിഡ് ആയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ, അൺകോൺഷ്യസ് ആയിട്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റാപ്പിഡ് ഇൻവോളണ്ടറി അൺകോൺഷ്യസ് റെസ്പോൺസസിനെയാണ് എന്ത് പറയുക? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈ ഒരു ചൂടുള്ള പ്രതലത്തില് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം തട്ടി നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലെ, കൈ മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ കൈ വലിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു പിന്ന്, ഒരു മുള്ളോ മുട്ടുസൂചിയോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞെട്ടിമാറും അല്ലെ. അപ്പൊ അങ്ങനെ ശരീരം പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ബ്രെയിനിൽ ഇതിൽ യാതൊരു റോളും ഇല്ല. ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് നേരിട്ടാണ് റിഫ്ലെക്സ് ആക്ഷന്റെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻവോളണ്ടറി ആക്ഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ,
ഇപ്പൊ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്ലക്സ് ആക്ഷനിൽ ഒരു ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഇമ്പൾസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 പാർട്സ്. 5 ഭാഗങ്ങളാണുള്ളത്. റിസെപ്റ്റർ ഓർ സെൻസ് ഓർഗൻ, അതായത് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗൻ ഉണ്ടാവും. ദെൻ ആ ഇമ്പൾസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന, ഡോർസൽ റൂട്ട് വഴി സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ഒരു സെൻസറി ന്യൂറോൺ ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് സെൻസറി ന്യൂറോണിൽ നിന്ന് മോട്ടോർ ന്യൂറോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റിലേ ന്യൂറോൺ അഥവാ ഇന്റർ ന്യൂറോൺ ഉണ്ടാകും. പിന്നെ ഒരു മോട്ടോർ ന്യൂറോൺ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ സെൻസറി ന്യൂറോണിനെ നമ്മൾ അഫറന്റ് ന്യൂറോൺ എന്നും പറയും. മോട്ടോർ ന്യൂറോണിനെ എഫറന്റ് ന്യൂറോൺ എന്നും പറയും. ഇനി ലാസ്റ്റ് ഒരു എഫക്ടർ ഓർഗൻ, അതായത് മസിൽ പോലെയുള്ള ഒരു എഫക്ടർ ഓർഗൻ. നമ്മുടെ സ്കിന്നിലാണ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റിമുലസ് വരുന്നത് അല്ലേ? പക്ഷെ റെസ്പോണ്ട് ചെയ്യണം, കൈ വലിക്കണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് കയ്യിലെ മസിൽസ് ആണ്. ഇപ്പൊ റിസെപ്റ്റർ ഓർഗൻ സ്കിന്നാണ്. അവിടെ നിന്ന് ഒരു സെൻസറി ന്യൂറോൺ സ്പൈനൽ കോഡിന്റെ ഡോർസൽ റൂട്ട് വഴി ആ ഇമ്പൾസിനെ എത്തിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് തീരുമാനിച്ച് അത് മോട്ടോർ ന്യൂറോണിലേക്ക് എത്തിക്കുന്നത് ഇന്റർ ന്യൂറോൺ ആണ്. മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിൽ നിന്നും എഫക്ടർ ഓർഗനിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നതാണ്. എഫക്ടർ ഓർഗൻ എന്ന് പറയുന്നത് ഒരു മസിലാകാം, അല്ലെങ്കിൽ ഒരു ഓർഗൻ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ആകാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് റിഫ്ലക്സ് ആർക്കിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇത്രയാണ് റിഫ്ലക്സ് ആർക്കിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. 5 ഭാഗങ്ങളാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ആണ്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് ഓൾ നെർവ്സ് ഓഫ് ബോഡി. ഇറ്റ് ഇൻക്ലൂഡ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ നെർവുകളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ക്രേനിയൽ നെർവ്സും, അതായത് സ്കള്ളിൽ നിന്ന് വരുന്ന നെർവുകളും സ്പൈനൽ നെർവുകളും ഉൾപ്പെടുന്നുണ്ട്. 2 ടൈപ്പ് നെർവ് ഫൈബേഴ്സ് കാണാൻ സാധിക്കും, അതായത് അഫറന്റ് ആൻഡ് എഫറന്റ് നെർവ് ഫൈബേഴ്സ്. അഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ് ഫൈബേഴ്സ് ആണ്. ദാറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ടിഷ്യൂസ് ഓർ ഓർഗൻസ് ടു സെൻട്രൽ നെർവ് സിസ്റ്റം. ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിൽ നിന്ന് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് കൊണ്ടുപോകുന്നവരെ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സെൻസറി ഫൈബേഴ്സ് എന്ന് പറയും. വേറൊരു പേരാണ് എഫറന്റ് ഫൈബേഴ്സ്. എഫറന്റ് ഫൈബേഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് മോട്ടോർ ഫൈബേഴ്സ് അഥവാ മോട്ടോർ ന്യൂറോൺസ്. They transmit impulses from CNS to tissues or organs. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും ഇമ്പൾസുകൾ കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുക, അല്ലെങ്കിൽ മോട്ടോർ ഫൈബേഴ്സ് എന്ന് പറയുക. നെർവ് ഫൈബേഴ്സ് ആണല്ലോ പെരിഫറൽ ന്യൂറോ സിസ്റ്റത്തിൽ കാണുക. Then peripheral nervous system is divided into 2. പെരിഫറൽ നെർവ് സിസ്റ്റത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, അതായത് വോളണ്ടറി ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ്, നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഐച്ഛികമായിട്ടുള്ള മൂവ്മെന്റുകളെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോണുകൾ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോളണ്ടറി ന്യൂറൽ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നുണ്ട്. സ്മൂത്ത് മസിൽസ് അതുപോലെ ഇൻവോളണ്ടറി ഓർഗൻസിലൊക്കെയുള്ള നെർവ് ഫൈബറിനെയാണ് എന്ത് പറയുക? ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. Autonomic nervous system is again divided into 2. Autonomic nervous system വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്നും. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രിപ്പയർ ബോഡി ടു ഫേസ് എമർജൻസി. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം റിലാക്സസ് ബോഡി ആഫ്റ്റർ എമർജൻസി. ഇപ്പൊ നമ്മുടെ ശരീരത്തിനെ ഒരു എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു പട്ടി കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കണ്ടു, അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഫേസ് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ശരീരം പെട്ടെന്ന് എന്ത് പറ്റും? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ശ്വാസത്തിന്റെ താളം കൂടും. അങ്ങനെ പല പല ഓർഗൻസിനെ, അതുപോലെ നമ്മൾ ഓടണമെങ്കിൽ നമ്മുടെ കാലിലേക്ക് ഇൻഫർമേഷൻസ് കിട്ടണം അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ മസിൽസിലേക്ക് കൂടുതൽ എനർജി എത്തണം, ഓക്സിജൻ എത്തണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശരീരത്തിനെ എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റമാണ് ഏത്? സിമ്പത്തറ്റിക് സിസ്റ്റം. അതുപോലെ തന്നെ ഒരു എമർജൻസിക്ക് ശേഷം ശരീരം റിലാക്സ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ ഇതുവരെ പഠിച്ചത് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്നും പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്നും.
സെൻട്രൽ ന്യൂറോ സിസ്റ്റത്തിനെ അഗെയിൻ ബ്രെയിൻ എന്നും സ്പൈനൽ കോഡ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രെയിനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ എന്ന്. ഫോർ ബ്രെയിന് 3 ഭാഗങ്ങളാണുള്ളത്, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിന് 2 ഭാഗങ്ങൾ, കോർപ്പോറ ക്വാഡ്രിജെമിനി, പ്ലൂറ സെറിബ്രെയിൻ. പിന്നെ ഒരു സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയുന്ന ഒരു കനാൽ അതിനുള്ളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ദെൻ ഹൈൻഡ് ബ്രെയിനിന് 3 ഭാഗങ്ങളാണ്, പോൺസ് വെരോളി, ദെൻ സെറിബെല്ലം. സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ശരീരത്തിന്റെ ഇക്വിലിബ്രിയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ദെൻ മിഡിൽ ഒബ്ലോങ്കേറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ അനൈസ്തിക ചലനങ്ങൾ, അതായത് ഇൻവോളണ്ടറി ഓർഗൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് മിഡിൽ ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. പെരിഫറൽ ന്യൂറോ സിസ്റ്റം ഡിവൈഡഡ് ഇൻറ്റു 2 രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓട്ടോണോമിക് ന്യൂറോ സിസ്റ്റം എന്നും സൊമാറ്റിക് ന്യൂറോ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറോ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ വോളണ്ടറി ഓർഗൻസിലേക്ക് ഉള്ള ന്യൂറോൺസ്, നെർവ് ഫൈബേഴ്സിനെയാണ് സൊമാറ്റിക് ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോണോമിക് ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്നു. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എമർജൻസിക്ക് ശേഷം ശരീരത്തിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. And that's all for today. Thank you.